ആകാശവാണി വാർത്താ വീക്ഷണം. സമഗ്ര വിവരശേഖരത്തിനായി ഇന്ത്യ സെൻസസ്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ദീപു SL. 2027 ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തുടനീളം പുരോഗമിക്കുകയാണ്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ 16ാമത് സെൻസസിന്റെ ആദ്യഘട്ട നടപടികൾ ഏപ്രിൽ 1 ആരംഭിച്ചത്. ചരിത്രത്തിലാദ്യമായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് വിവരശേഖരണം. രാജ്യത്തിന്റെ ജനസംഖ്യ, സാമൂഹ്യ സാമ്പത്തിക നില, വിദ്യാഭ്യാസം, തൊഴിൽ, താമസ സൗകര്യം തുടങ്ങിയ പ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്ന ഏറ്റവും വലിയ ദേശീയ സർവേയാണ് സെൻസസ്. കൃത്യമായ നയങ്ങളും പദ്ധതികളും രൂപീകരിക്കാൻ സെൻസസ് ഡേറ്റ നിർണായകമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സെൻസസ് കൂടുതൽ വേഗത്തിലും തികച്ചും കൃത്യതയോടെയും നടത്തുക എന്നതാണ് ലക്ഷ്യം. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനും ഭാവി പദ്ധതികളുടെ രൂപീകരണത്തിനും അടിസ്ഥാന രേഖയാണ് സെൻസസ് സ്ഥിതിവിവരക്കണക്ക്. ലോകത്തിലെ മികച്ച സെൻസസുകളിൽ ഒന്നായ ഇന്ത്യയുടെ ജനസംഖ്യാ കണക്കെടുപ്പിന് സംശുദ്ധമായ പാരമ്പര്യമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആസൂത്രിത വിവരശേഖരണ പ്രവർത്തനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1948 സെൻസസ് നിയമമാണ് സെൻസസ് നടത്തുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം. ഗ്രാമം, നഗരം, വാർഡ് എന്നീ തലങ്ങളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രാഥമിക വിവര സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, ജീവിത സൗകര്യങ്ങൾ, ആസ്തി, മതം, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തൊഴിൽ, കുടിയേറ്റം, ജനന വിവരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഇത് വിശദമായ വിവരങ്ങൾ നൽകുന്നു. ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ സെൻസസാണ് നൽകുന്നത്. സെൻസസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. 2 ഘട്ടങ്ങളായാണ് സെൻസസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിൽ വീടുകൾ തോറും സെൻസസ് പ്രവർത്തനം നടത്തും. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സൗകര്യം കണക്കിലെടുത്താണ് തീരുമാനം. വീടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുന്നത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കി വീടുതോറുമുള്ള സെൻസസ് നടത്തും. കെട്ടിടങ്ങളും വീടുകളും രേഖപ്പെടുത്തുന്നതിനൊപ്പം ജനവാസ കേന്ദ്രങ്ങളുടെ നിലവിലെ സ്ഥിതിയും പാർപ്പിടക്കുറവും വിലയിരുത്തും. അതിനു പുറമെ കുടുംബങ്ങളുടെ ആസ്തികളും ലഭ്യമായ സൗകര്യങ്ങളും സംബന്ധിച്ച് പ്രധാന വിവരങ്ങളും ശേഖരിക്കും. 2ാം ഘട്ടത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പാണ്. ഇതിന്റെ ഫീൽഡ് വർക്ക് 2027 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ രാജ്യമൊട്ടാകെ നടത്തും. മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങൾ ഒഴികെയുള്ള മറ്റ് മേഖലകളിലേക്കാണ് ഈ തീയതി ബാധകമാകുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്കിലും ജമ്മു കാശ്മീരിലും കൂടാതെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലും 2ാം ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. ഈ ഘട്ടത്തിൽ ഓരോ പൗരനെയും വ്യക്തിഗതമായി രജിസ്റ്റർ ചെയ്ത് അവരുടെ വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസം, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. കണക്കെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ജാതി സെൻസസ് നടത്തും. വീടുകളുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട 2027 സെൻസസിന്റെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 1 സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് ഓരോ ഇന്ത്യക്കാരനും സ്വന്തം വീടിന്റെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരവും നൽകുന്നു. സെൻസസ് ഒരു സർക്കാർ കടമ മാത്രമല്ല, എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. സെൻസസ് പ്രക്രിയയിൽ സജീവമായി പങ്കുചേരുകയും സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വിവരശേഖരണം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന നിലയിൽ ഈ സെൻസസ് ശ്രദ്ധേയമാണ്. ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും അവരുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താൻ കഴിയുന്ന പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് സമയം ലാഭിക്കാനും കൃത്യമായ വിവരങ്ങൾ നൽകാനും വേഗത്തിലുള്ള ഡേറ്റ പ്രോസസ്സിങ്ങിനും സഹായിക്കും. സെൽഫ് എന്യൂമറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും എന്യൂമറേറ്റർമാർ വീട്ടിലെത്തും. പോർട്ടലിൽ നൽകിയ വിവരങ്ങൾ ആവശ്യമെങ്കിൽ അപ്പോൾ തിരുത്താം. മൊബൈൽ നമ്പർ വഴിയും മറ്റുമുള്ള വെരിഫിക്കേഷനോ സാക്ഷ്യപ്പെടുത്തലോ ഇതിലില്ല. ഇതിനു പുറമെ 2 ഘട്ടങ്ങളിലും സ്വയം രേഖപ്പെടുത്തലിനായി ഓൺലൈൻ വ്യവസ്ഥയും ഉണ്ടായിരിക്കും. ഇതിൽ പ്രാദേശിക ഭാഷകളിലും വിവരം നൽകാം. മൊബൈൽ ആപ്പും സെൽഫ് എന്യൂമറേഷൻ പോർട്ടലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ 16 ഭാഷകളിൽ ലഭ്യമാകും. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതൽ 30 വരെ നടക്കും. ഇതിൽ സ്വന്തം വിവരങ്ങൾ ഓൺലൈനായി നൽകാം. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ se.census.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ.
ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. സ്വയം രേഖപ്പെടുത്തുന്നതിനായി താൽപ്പര്യമുള്ള പൗരന്മാർക്ക് മൊബൈൽ നമ്പറും മറ്റ് അടിസ്ഥാന വിവരങ്ങളും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അവരുടെ സൗകര്യമനുസരിച്ച് സെൻസസ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് പൂർത്തിയാക്കാൻ കഴിയും. വീട്ടിലെ ഏതംഗത്തിനും സ്വയം കണക്കെടുപ്പ് നടത്തി വീട്ടുവിവരങ്ങൾ നൽകാവുന്നതാണ്. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വിവരങ്ങൾ വിജയകരമായി നൽകിക്കഴിഞ്ഞാൽ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതിയാകും. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ജൂൺ 30-നകം വിവരങ്ങൾ സമർപ്പിക്കാത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ശേഖരിക്കും. ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. വ്യക്തിവിവരങ്ങളും വീട്ടുവിവരങ്ങളുമാണ് ശേഖരിക്കുക. കെട്ടിട വിവരം, ഗൃഹോപകരണം, ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ വിവരം തുടങ്ങി 33 ചോദ്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിലുള്ളത്. ലക്ഷദ്വീപിൽ ഏപ്രിൽ 16 ആരംഭിച്ച വീടുകളുടെ സെൻസസ് മെയ് 15 വരെ തുടരും. വ്യക്തികൾക്ക് സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാനുള്ള അവസരമാണിത്. സെൻസസിനായി നൽകുന്ന വ്യക്തിഗത വിവരങ്ങൾ രഹസ്യമായിരിക്കും. ഒഴിവാക്കാനാവാത്ത വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ വേണ്ടി വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാണ്. ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഭാഗമായി നിരവധി കുടുംബങ്ങൾ പോർട്ടൽ വഴി ഇതിനകം ഈ സൗകര്യം ഉപയോഗിച്ചതായി സെൻസസ് അധികൃതർ അറിയിച്ചു. സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റലാക്കുന്നതിൽ ഇതൊരു പ്രധാന നേട്ടമാണ്. ഇത് കൂടുതൽ സൗകര്യവും എളുപ്പവുമായതിനാൽ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. 150 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഭാരത സെൻസസ്. 1872 ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടത്തിയത്. എന്നാൽ അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ നടന്നു. 1881 ആദ്യമായി രാജ്യമൊട്ടാകെ ഒരേ സമയത്ത് സെൻസസ് നടത്തി. അതിനുശേഷം 2011 വരെ ഓരോ 10 വർഷത്തിലൊരിക്കൽ സെൻസസ് നടത്തിക്കൊണ്ടിരുന്നു. 2021 നടക്കേണ്ട സെൻസസ് കോവിഡ് കാരണം മാറ്റിവെക്കുകയായിരുന്നു. സെൻസസ് പരമ്പരയിലെ 16ാമത്തെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8ാമത്തേതുമാണ് 2027 ജനസംഖ്യാ കണക്കെടുപ്പ്. വേഗത, കൃത്യത, സുതാര്യത എന്നിവ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ ഡിജിറ്റൈസേഷൻ സ്വാഗതാർഹവും അനിവാര്യവുമായ മാറ്റമാണ്. തൊഴിൽ, നഗരവൽക്കരണം, ആരോഗ്യ സംവിധാനങ്ങൾ, സാമൂഹിക സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾക്ക് ദിശാനിർണയം ചെയ്യാൻ സഹായിക്കുന്ന പുതുക്കിയതും ഒഴിവാക്കാനാവാത്തതുമായ ഡേറ്റ നൽകുന്നതിനാൽ ഈ സെൻസസ് അതീവ പ്രാധാന്യമുള്ളതാണ്. 1931 ശേഷം ആദ്യമായി ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്തിയതിനാലും ആദ്യമായി ഡിജിറ്റൽ രീതിയിലായതിനാലും 2027 സെൻസസ് ചരിത്രപരമാണ്. അടിസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിനപ്പുറം സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘടനാപരമായ മാറ്റങ്ങൾ പകർത്തുന്നതിലേക്ക് സെൻസസ് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ മാറിവരുന്ന വികസന മുൻഗണനകളെയും വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തമുള്ള വിപുലമായ യുവജനതയുടെ ആഗ്രഹങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കും. ജനസംഖ്യയുടെ ഘടനയും സവിശേഷതകളും പൊതുവെ പഠനാർഹമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാക്ഷരതയും വിദ്യാഭ്യാസവും പാർപ്പിടവും ഗാർഹിക സൗകര്യങ്ങളും നഗരവൽക്കരണം, ജനസംഖ്യാ നിരക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷയും മതവും സാമൂഹികവും സാംസ്കാരികവും ജനസംഖ്യാപരവുമായ വിവരങ്ങൾക്കുള്ള ഏറ്റവും വിശ്വസനീയമായ ഉറവിടമാണ് ഇന്ത്യ സെൻസസ്. അതുകൊണ്ട് തന്നെ എന്യൂമറേറ്റർമാർ വെറും വിവരശേഖരണത്തിൽ മാത്രം ഒതുങ്ങുന്നവർ അല്ല. അവർ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറുന്നു. സെൻസസ് ജനസംഖ്യയുടെ ഒരു തൽക്ഷണ ചിത്രമെന്നതിലുപരി ഭാവിയിലെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണക്കാക്കാൻ സഹായിക്കുന്ന തന്ത്രപരമായ ഉപാധിയായും രൂപകൽപ്പന ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് പ്രായം കൂടുന്ന സമൂഹത്തിനും ആരോഗ്യ സംരക്ഷണം, പരിചരണം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ ആവശ്യങ്ങൾക്കും ഇത് ഏറെ പ്രധാനമാണ്. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ജനസംഖ്യാ ഘടനയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന രേഖയാണ് നമ്മുടെ സെൻസസ്. കാര്യക്ഷമവും ഫലപ്രദവുമായ പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഇത് നിയമനിർമ്മാണത്തിനും അടിസ്ഥാന ഘടന മുതലുള്ള വികസന പദ്ധതികൾക്കും വിശ്വസനീയമായ ഡേറ്റ നൽകുന്നു. സാമ്പത്തിക ആസൂത്രണത്തിനും തൊഴിൽ സൃഷ്ടിക്കും സെൻസസ് ഡേറ്റ സഹായകരമാണ്. മാറിവരുന്ന ജനസംഖ്യാ പ്രവണതകൾ, നഗരവൽക്കരണം, സാമൂഹിക മാറ്റങ്ങൾ എന്നിവ പരിഗണിക്കുമ്പോൾ സെൻസസ് സുതാര്യവും വസ്തുനിഷ്ഠവുമായി മാറും. കൃത്യമായ വിവരശേഖരണവും വിശകലനവും ഭാവി നയരൂപീകരണത്തിന് ശക്തമായ അടിത്തറയാകും. അതിലൂടെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗവും സന്തുലിതമായ വികസനവും ഉറപ്പാക്കാൻ കഴിയും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സമഗ്ര വിവരശേഖരത്തിനായി ഇന്ത്യ സെൻസസ്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.